അഖില് പറഞ്ഞതിനകത്ത് ആരും എതിർക്കാന്നില്ല, സത്യമായിട്ടാണ് ആരും എതിർക്കാന്നില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഈ ഫീൽഡ് നല്ല എല്ലായിടത്തും ഉണ്ടെന്നേ, ഇത് വലിയ ആനക്കാരൊന്നുമില്ല. പക്ഷെ ആനക്കാരിയാക്കി എടുത്തില്ലേ ഇപ്പൊ എല്ലാം. ആണെ ഒരു ആണും പെണ്ണും ഒരുമിച്ച് ഇത്തിരി നേരം സ്പെൻഡ് ചെയ്യണതായിരുന്നു വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ഇവിടേക്ക് എടുത്തൊക്കെ വലിയ സംഭവം, നമ്മൾ പുറത്തൊക്കെ പോകണം. അപ്പൊ മനസ്സിലായി ഇതൊന്നും വലിയ ഒരു സംഭവമൊന്നുമല്ലെന്നേ, ഇതൊന്നും ഒരു സംഭവമല്ല. പക്ഷേ ചേട്ടനോട് എനിക്ക് അധികം അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. കാര്യം ചേട്ടൻ ആ ഒരു മേഖലയായിട്ട് ബന്ധമില്ല. സിനിമാ മേഖലയായിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും എപ്പോഴെങ്കിലും ഈ ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് ജനറൽ ബോഡി മീറ്റിങ്ങിലൊക്കെ പോകാറുണ്ട് അമ്മയുടെ? അല്ലാതെ വലിയ അവാർഡ്സിനൊക്കെ ഇപ്പം ഈ ലാസ്റ്റ് ഷോ, അതായത് ഇപ്പൊ ഈ ഒരു ഹേമ കമ്മീഷൻ വന്നതിന് ശേഷമുള്ള ലാസ്റ്റ് ഷോ പോയത് ഏതായിരുന്നു? ലാസ്റ്റ് ഷോയ്ക്ക് പോയത് ഫോട്ടോ എടുക്കാനായിട്ട്? ഇല്ലല്ല, അതിന് മുന്നേ പോയിട്ടുള്ളൂ അല്ലേ? അപ്പം ഈ ഏറ്റവും കൂടുതൽ അടുത്ത, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഷാലു എന്ന് അല്ലെങ്കിൽ അണ്ണ എന്ന് വിളിച്ചു പറഞ്ഞ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള നടനാരാ? എനിക്ക് എല്ലാ നടന്മാരുടെ ഞാൻ പറയില്ല, എനിക്ക് അങ്ങനെ ആരുടെ പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. കാരണം അവർക്ക് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ആവശ്യമില്ല. നമ്മൾ ആരെ കണ്ടാലും നമ്മൾ വർക്ക് ചെയ്യണല്ലേ, ഒരുമിച്ച് ചേർത്ത് നമ്മൾ ഹായ് ബൈ അവിടെ തീർന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരാരുമായിട്ട് നമുക്ക് ഒരു കോണ്ടാക്ട് ഇല്ല, ആവശ്യമില്ല. അതുകൊണ്ടാണ് ജോലി കഴിഞ്ഞ് പോവാ. ജോലി കഴിഞ്ഞ് കാരണം നമ്മൾ രണ്ട് കാര്യമുണ്ടെന്നാ, ഈ ഇപ്പൊ ഞാൻ വിചാരിക്കണം ഞാൻ വലിയ സംഭവമാണെന്ന് വിചാരിച്ചാൽ ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ഒന്നും എല്ലാം തീരുമാനിച്ചാൽ ഒന്നുമല്ല, അത്രേ ഉള്ളൂ. നമ്മളെന്തിനാണ് ഈ ജോലിക്ക് പോണത്? നമ്മളെ രണ്ട് മക്കളെ വളർത്താനാണ്, തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ സന്തോഷത്തിന് നമ്മളിത് മാത്രം നോക്കിയാൽ പോരെ. നമ്മൾ പിന്നെ അവിടെ കിടന്ന് അവിടെ അവരെന്ത് ചെയ്ത് ഇവരെന്ത് ചെയ്ത് ഇതൊന്നും നമ്മളെ വിഷയമല്ലല്ലോ. ഈ റോബിനെ കുറിച്ചൊന്ന് സംസാരിച്ച സമയത്ത് ഒത്തിരി എതിരാളികൾ ചേട്ടനെതിരെ, അതായത് ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെ വീട്ടിനടുത്തും അങ്ങനെ ഫാൻസ് ഒക്കെ റോബിന് വേണ്ടിയിട്ടുള്ളവർ കാണും. എങ്ങനെ വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും അതിനെതിരെ സംസാരിക്കാൻ ചേട്ടനടുത്ത് തോന്നിട്ടുണ്ട്? സോഷ്യൽ മീഡിയയിലല്ലേ, സോഷ്യൽ മീഡിയ മാത്രം ഡയറക്റ്റ് സംസാരിക്കില്ല. അല്ല, റോബിനെ സംസാരിച്ചു പ്രത്യേകിച്ച് എന്നെ അറിയാനുള്ള ഒരാൾ എന്നെ പറ്റി സംസാരിക്കില്ല. അങ്ങനെയാണ് ഞാൻ വാറന്ന തള്ളൊക്കെ വിളിക്കുള്ളൂ. എന്റെ അടുത്ത് അങ്ങനെ കൊണ്ടുവരാണോ പറഞ്ഞ എന്റെ കാര്യമാണെങ്കിൽ സംസാരിക്കാം, വേറെ ആളുടെ കാര്യം സംസാരിച്ചാൽ അങ്ങനെ സംസാരിക്കത്തുള്ളൂ. അതങ്ങനെയുള്ളവർക്ക് അറിയാം, അവർക്കറിയാം അതെന്താണ് അവർക്ക്. ഇപ്പം ഈ തുറന്നു പറച്ചലിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ഇപ്പം എനിക്ക് ആരും ഫേവറേഴ്സും ഇല്ല, അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് ആരും ഇല്ല, ആരും ഇല്ല. അതുകൊണ്ടാണ് അതൊരു എനിക്ക് അങ്ങനെ ഇല്ലല്ലോ. ജോലിയിലെ ബാധിക്കത്തില്ല. എന്തിനാണ് ജോലി ഉപയോഗിക്കുന്നത്? നമ്മളിപ്പോൾ ആരും അടിമയല്ലല്ലോ. എനിക്ക് ദിവസം അയച്ച് ഫോട്ടോ എടുക്കാൻ അറിയാം, വെറുതെ അന്തസ്സായിട്ട്. നാളെ എനിക്ക് ഇൻഡസ്ട്രി ഇല്ലെങ്കിൽ പോലും ഞാൻ അവിടെ അപ്പുറത്ത് കല്യാണം അവർക്ക് എടുക്കും. ഇനിയിപ്പോൾ നാളെ കല്യാണം അവർക്കില്ലെന്ന് വെച്ചോ ഒന്നുമില്ല. നാളെ നമുക്ക് അറിയാം എങ്ങനെ ജീവിക്കണം നമുക്ക്. ഞാനൊരു വീഡിയോയിലെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു. കൂടെ ജോലി ചെയ്യാൻ വന്നൊരു പയ്യന് ക്യാമറ കൊടുത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 4-5 മാസം മുമ്പ് കണ്ടതാണ്. അത് ആ ഒരു കൊടുക്കാനുണ്ടായൊരു വികാരം, അല്ലെങ്കിൽ ആ സമയത്ത് എന്താ തോന്നിയത്? അവന്റെ ഒരു വിഷമം കണ്ടാണ് പാവപ്പെട്ട വീട്ടിലെ പയ്യനെ പറയുന്നുണ്ട്. അവന്റെ അതൊക്കെ ഒരു സൈഡാണ്. അവന്റെ പാവം കണ്ടിട്ടൊന്നുമല്ല. ഞാൻ നോക്കിയപ്പോ അവൻ എന്തായാലും ജീവിക്കണമെന്നൊരു ക്യാമറ ആണ്. അല്ലാതെ ഞാൻ ഇപ്പൊ അവന് കുറച്ച് പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യേ, അവൻ അതുകൊണ്ട് പുട്ടടിക്കും. അതെ, മറ്റൊരു ക്യാമറ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ എടുത്ത് അവന് ജീവിച്ചു പോകാം. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഇപ്പൊ ഒരു മെസ്സേജ് ഉണ്ട്, കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഉണ്ട്. അവൻ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇപ്പൊ അവനെ വിളിച്ചിരുന്നു. ഞാൻ ഇപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കൂടെ കൂടണമെങ്കിൽ കൂടിക്കോന്ന് പറഞ്ഞിട്ട് കൂടെ കൂടി അപ്പൊ ചേട്ടാന്ന് പറഞ്ഞിട്ട് അവൻ റീമെൻഷൻ ചെയ്തിട്ട് ഞാൻ ഇപ്പൊ അവനെ കോൺടാക്ട് നമ്പർ വാങ്ങിച്ച് വിളിച്ചു. നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് അവനൊരു ക്യാമറ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. സൂപ്പർ. അവനൊരു ക്യാമറ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ? പയ്യന്റെ പേരെന്തോ? പയ്യന്റെ പേര് സുബിൻ എന്നാണ്. സുബിൻ അല്ലേ? സുബിൻ. ഹലോ, സുബിനാണോ? ഇത് 6 നമ്പറാന്നറിയോ? ആറ് നമ്പറാ. ഷാലു ചേട്ടനാണ്. പക്ഷെ ഷാലു ചേട്ടന്റെ കൂടെ ഇരിക്കുന്നത് ഞാൻ മൂവി വേൾഡ് മീഡിയയിൽ ആങ്കറാണ് അനീഷ്. ഞങ്ങളൊരു ഇന്റർവ്യൂവിൽ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഇപ്പൊ എന്നോട് പറഞ്ഞായിരുന്നു. അത് നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അത് എന്താണത്? പറഞ്ഞു. ഒരു ക്യാമറ എനിക്ക് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് മേടിച്ചു തരാന്ന് പറഞ്ഞേ? ചേട്ടാ, എനിക്ക് എന്റെ ആ ഒരു വീഡിയോ ഫോണിലെടുത്ത ആ ഒരു കല്യാണ വീഡിയോ കണ്ടിട്ട് ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചേട്ടൻ വിളിച്ച് ചേട്ടന്റെ എന്തോ വീട്ടിൽ ആരൊക്കെ ചേട്ടൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു. അങ്ങനെ കല്യാണ വീഡിയോ ഫോണിനകത്താണോ എടുത്തേ? ആ, ഞാൻ ഫോണിലെടുത്ത് S23 എടുത്ത്. കൂട്ടാന്റെ ഫോൺ മേടിച്ചിട്ട് എടുത്തത്. ഏത് ഫോണിലാണ് എടുത്തേ? S23 സാംസങ്ങിന്റെ. അതിനകത്ത് എടുത്തിട്ട് ആ വീഡിയോ കണ്ടു, ഷാലു ചേട്ടൻ വിളിച്ചു അല്ലേ? വിളിച്ചിട്ട് എന്താ എക്സൈറ്റ്മെന്റ് ആയോ? പിന്നെ സന്തോഷം. അപ്പൊ നാളെ 5 മണിക്ക് മുമ്പ് ക്യാമറ മേടിച്ചു തരാന്നാ പറഞ്ഞിരിക്കുന്നത്. അതെ. എന്ത് ഫീൽ ചെയ്യുന്നു? ചേട്ടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സത്യം പറയല്ലേ, ഇതുവരെ ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. എനിക്ക് അറിഞ്ഞൂടെ എന്താ നടക്കണേ. നീ ഒന്ന് നിന്റെ ശരീരത്തോട് തന്നെ നുള്ളി നോക്ക്, സ്വപ്നമാണോ എന്ന് അറിയാം. ഒന്ന് ജസ്റ്റ് ഇത് സത്യം തന്നെയാണ്. ഷാലുചേട്ടൻ എന്നോടുണ്ട്, ക്യാമറ കണ്ടോണ്ട് ഓണാണ്, ഇവിടെ ആൾക്കാർ കേട്ടോണ്ടിരിക്കുകയാണ് ഷാലുചേട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പം നിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അത്. അദ്ദേഹത്തിനോട് എപ്പോഴും ഒരു
ഉപദ്രവിച്ചില്ലെങ്കിലും കടപ്പാട് കാണണം കേട്ടോ. കാര്യം സഹായിച്ചിട്ടുള്ളവരെല്ലാം ഉപദ്രവിച്ചിട്ടുള്ളൂ അദ്ദേഹത്തെ, അതുകൊണ്ടാട്ടോ. ചേട്ടാ അങ്ങനെ പറയല്ലേ. അല്ല ഞാൻ പറഞ്ഞാട്ടോ, ജെന്യൂനായിട്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ. ഞാൻ ഷാർജന്റെ കൊടുക്കാം. അവനത് അവൻ ഫോണിനകത്ത് എടുത്തല്ലേ ചേട്ടാ, അടിപൊളി കേട്ടോ. അതിന്റെ കാര്യം വെച്ചാൽ ഇപ്പൊ ഞാൻ ചിന്തിച്ചു കാരണമല്ല, അപ്പൊ അവന് ഞാൻ ഇപ്പൊ ഇത് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ നാളെ രാവിലെ നന്മവര ചാലു, അതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് നന്മവരം ഇമേജേ വേണ്ട, ഞാൻ നമ്മൾ എന്താണെന്ന് ആരും അറിയാൻ വേണ്ട. പക്ഷെ നാളെ വിമർശിക്കാൻ വേണ്ടി ഒരു 10 ഫോട്ടോഗ്രാഫർമാർ കമന്റ് ഇടും. ഈ 10 ഫോട്ടോഗ്രാഫറിൽ ആരെങ്കിലും ഒരാള് ശരി അവൻ ഒരു ക്യാമറ വാങ്ങിച്ചു കൊടുത്തില്ല, 5 പേർക്ക് ഞാൻ വേറെ ക്യാമറ വാങ്ങിച്ചു കൊടുത്തില്ല, ഒരു സംഘടന തന്നെ വന്നിട്ട് അങ്ങനെ ഒരു 5 പിള്ളേരെ പ്രൊമോട്ട് ചെയ്താൽ ആണ് എനിക്ക് സന്തോഷം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അത് തന്നെയാണ് എന്റെ നേട്ടം. ചെയ്യൂ ശ്യാം ചേട്ടാ, ആരെങ്കിലും നിങ്ങളൊരു വീഡിയോഗ്രാഫറാണ്, ഫോട്ടോ ചെയ്യുമോ? ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമോ ക്യാമറ? നല്ല മനസ്സുള്ളവർ. പക്ഷെ ആ നല്ല മനസ്സാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് കേട്ടാ. നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യാൻ വലിയ കാര്യം ശാലു ചേട്ടാ. അപ്പൊ നാളെ അവന്റെ 1 ലക്ഷം രൂപ, അപ്പൊ ഈ 1 ലക്ഷം രൂപ എനിക്ക് അവിടെ നിന്ന് കിട്ടും. എത്രയാ കേട്ടോ വീഡിയോ ഇപ്പൊ നാളെ എടുക്കുന്ന ക്യാമറക്ക് US 6 ഞാൻ എടുത്ത് കൊടുക്കുന്നത്. എത്ര 130 അല്ലേ ബോഡിയല്ല, 130 ഒരു ലെൻസിന് 25,000 രൂപ, എല്ലാം കൂടെ 1.5 രൂപ വരും. അത് നാളെ ചേട്ടൻ എടുത്തു കൊടുക്കുക, അതല്ലേ പുതിയ നമ്മൾ എടുത്തു കൊടുക്കുക. ആ എടുത്തു കൊടുക്കുന്ന വീഡിയോ കൂടെ എനിക്ക് അയച്ചു തരുമോ? ഉറപ്പായിട്ട് അയച്ചു. അതെനിക്ക് വേണം, കാര്യം ഇതിന്റെ കൂടെ എനിക്ക് ഉറപ്പായിട്ട് നാളെ വൈകുന്നേരം എന്തായാലും എടുത്തു കൊടുക്കും. ഞാൻ സെക്കൻഡ് ആയിരിക്കും ചിലപ്പോൾ എടുത്തു കൊടുക്കുന്നത്, സെക്കൻഡ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എനിക്ക് ഗൂസ് ബംപ് വന്നുണ്ട് ഇത് കേട്ടപ്പോ. എന്തിനു ചെയ്യാമെന്ന് ഞാൻ പറയില്ല, നമ്മൾ നാളെ ഞാൻ ഇരുന്ന് മരിച്ചു പോയാ എന്റെ മക്കള്, ഞാൻ പറയാം എനിക്ക് 2 പെൺമക്കളാണ്. അപ്പം നാളെ എന്റെ മക്കള് പറഞ്ഞ എന്റെ ബന്ധപ്പെടി ഇവിടെ ജീവിച്ചിരുന്നപ്പോ അയാള് വെറുതെ ചുമ്മാ കുറെ ചാലഞ്ച് വരെ നിന്നിട്ട് പോയില്ല. ഇവിടെ കുറെ പേർക്ക് അന്നം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അയാൾ പോയെന്ന് പറഞ്ഞു. എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോ അവനെ വിളിച്ചിട്ട് നാളെ ഒരു വർക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവനെ വിളിച്ചിട്ട് എടാ സൂപ്പറാണ് ഒരു കമന്റ് ഇട്ടിട്ട് കാര്യമില്ല. അവന് ജീവിക്കാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കും, അതാണ് വേണ്ടത്. ഇത് തീർച്ചയായിട്ടും ചേട്ടന്റെ മനസ്സിൽ ഇപ്പൊ 2ാമത്തെയാണ് ക്യാമറ കൊടുക്കുന്നത്. ഇനിയും കൊടുക്കാൻ താങ്കൾക്ക് ആയുസ്സും ആരോഗ്യം അതുപോലെ തന്നെ വരുമാനവും കിട്ടട്ടെ എന്ന് ഞാൻ. അതിന്റെ ഒരു കാര്യം വെച്ചാൽ വരുമാനത്തിന്റെ ഒരു സിമ്പിൾ ആയിട്ടാ എനിക്ക് കിട്ടുന്ന ജോലി മീൻസ് ഞാൻ 1 ലക്ഷം രൂപ ഒരു കല്യാണം വർക്ക് ചെയ്താൽ 10,000 രൂപ ഞാൻ മാറ്റി വെക്കും ഇങ്ങനത്തെ ആവശ്യം വേണ്ടിട്ട്. 10 കല്യാണം ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപയായി. അത് കൃത്യമായിട്ട് അത് ഏത് വഴിയായാലും ഞാൻ അത് ചാരിറ്റി പോലെ മാറ്റി വെച്ചിട്ട് ആർക്കെങ്കിലും സഹായം ചെയ്യും. അങ്ങനെ ഒരു പരിപാടി എനിക്ക് ഇഷ്ടമില്ല. എന്റെ മനസ്സിലൊരു കാര്യം ചെയ്യണം തോന്നിയാൽ ഞാൻ അത് ചെയ്യും. അതിനുവേണ്ടിയുള്ള ഫണ്ട് ഞാൻ മാറ്റിവെക്കും. അത് വലിയ കാര്യം തന്നെ കേട്ടോ. തീർച്ചയായിട്ടും ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ഞാൻ ഇന്നേ വരെ എനിക്ക് അറിയില്ല ഫോട്ടോഗ്രാഫിൽ ആരെങ്കിലും അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അറിയാത്തായിരിക്കും, മേ ബി കാണും. പിന്നെ എനിക്ക് ഇപ്പറഞ്ഞ കമന്റുകൾ ഒരുപാട് വരും, ഈ ഒരു കൈ ചെയ്യണമെന്ന് അറിയാമായിരുന്നു. ഞാൻ അറിയണം, ഞാൻ 2 കൈയും അറിഞ്ഞിട്ട് ചെയ്യണ പരിപാടികളുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ആക്ച്വലി ക്രിസ്ത്യനാണ്. അപ്പൊ ബൈബിള് വായിക്കുമ്പോൾ അതിലൊരു സംഭവം ഇപ്പൊ യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്ത് കാനായിലെ കല്യാണത്തിന്. കാരണം ഇതൊക്കെ പറയാറുണ്ടെങ്കിൽ നമ്മൾ അറിയൂ അല്ല പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും അന്ന് ചെയ്തത്. അത്രേ ഉള്ളൂ. അന്ന് പിന്നെ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ തിരിയില്ലാന്നേ ഉള്ളൂ. നമ്മള് ചെയ്യണ കാര്യങ്ങൾ അറിയണം, 10 പേര് അറിയണം, അറിഞ്ഞു തന്നെ ചെയ്യണം. അല്ല അറിയുന്നോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ അറിഞ്ഞാലേ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ വേറെ ആരും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ വീഡിയോ എടുക്കുന്നത് തെറ്റാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് എടുക്കണം. ചില കാര്യങ്ങൾ അതായത് ചുമ്മാ എടുക്കുന്ന മറ്റേ വീട്ടിൽ നിന്ന് 5 പേര് ചോറ് കൊണ്ട് എടുക്കണമെന്ന് ഇടൂല. നമ്മൾ ഡിവൈഎഫ്ഐയിലെ പിള്ളേർക്ക് നമ്മൾ മറ്റേ എല്ലാ ആഴ്ചയിലും എന്റെ വീട്ടിൽ 10 പേര് ചോറ് കൊടുക്കും, അത് ഞാൻ ഇടൂല. പക്ഷെ ഞാൻ ഇടുന്ന വീഡിയോ ഉണ്ട്. അതായത് ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് അവിടെ മിച്ചം വന്ന ചോറ് അവര് കളയാൻ ഉദ്ദേശിക്കുന്ന ചോറിനെ ഞാൻ പാക്ക് ചെയ്ത് ഞാൻ 10 പേർക്ക് കൊണ്ടു കൊടുക്കും. അത് ഞാൻ ഇടും. കാരണം ഇടുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അല്ല അത് ഇടുന്നതിന്റെ റീസൺ ഉണ്ട്. നാളെ ഇത് കണ്ടിട്ട് വേറെ അടുത്ത 25 കോടി അവിടെ നിന്ന് മിച്ചം അവിടെ മൊത്തം എടുത്തോണ്ട് പോയി കൊടുക്കണം. ഈ സമയം ഇത്ര തിരക്കിൽ നിൽക്കണം. നമുക്ക് ഇത് 10 പേർക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറ്റും. ആ ഒരു സാധനത്തെ ഞാൻ ഇടും. അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഞാൻ ഈ ഭക്ഷണ സാധനങ്ങൾ ഇടുള്ളൂ. നല്ലതാണ് നമുക്ക് ചുമ്മാ തെങ്ങിന്റെ മുട്ടി കളാനേക്കാളും നല്ലത്. സത്യം ഞാന് നമ്മൾ ഓരോ കാഴ്ച എടുക്കുമ്പോൾ ഞെട്ടിപ്പോ. അതായത് ഞാൻ ഈ ഇടത്തിലൊരു കാഴ്ച ഉണ്ട്, സത്യം കേട്ടോ. ഒരു കല്യാണ വീട്ടിൽ ഞാൻ പോയാണ്. ഒരു കല്യാണ വീട്ടിൽ പോയപ്പോഴേക്കും തലേ ദിവസം തിന്ന ഭക്ഷണം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തലേ ദിവസത്തെ ഭക്ഷണം എനിക്ക് തോന്നുന്നു ഈ ബിരിയാണിയുടെ ഒക്കെ ഈ പിറ്റേന്ന് കൊണ്ട് വെളിയിലിട്ടിരിക്കുകയായിരുന്നു അവര്. ഈ ആദ്യം ഒരു ഫിസക്കാരൻ ഒരു മാമൻ ഒരു പാവം അയാള് അതിൽ നിന്ന് കാര്യത്തിനാണ്. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഈ ആ വീട്ടിൽ കയറാനേ തോന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് മാമ നില്ലാന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി ഒരു പ്ലാറ്റ് അവിടെ മറ്റേ ഈ രാവിലെ പൊറോട്ടയും നല്ല മട്ടൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, മട്ടൻ സ്റ്റൂ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 5 പൊറോട്ടയും ഒരു മട്ടൻ സ്റ്റൂ എടുത്ത്
പുറത്ത് കൊണ്ടുവന്ന് ഇയാൾക്ക് കൊടുത്തു. ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഞാൻ കാണായിരുന്നെങ്കിലോ കാണത്തില്ലെങ്കിൽ ആ തലേദിവസത്തെ എന്തായാലും പുഴയൊക്കെ വന്ന ഫുഡായിരിക്കും കഴിക്കണത്. അപ്പൊ ഞാൻ പക്ഷെ അതെനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു സത്യത്തിൽ. പക്ഷെ പിന്നെ ഞാൻ ചോദിച്ചു ചിലപ്പോൾ ഇനി ആൾക്കാർ നന്മയോടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം വിട്ടു. പക്ഷെ ഞാൻ അന്നൊരു തീരുമാനം, പക്ഷെ ഞാൻ അത് പിന്നെ എന്റെ കൂട്ടുകാരന്മാർക്ക് ഞാൻ ഷെയർ ചെയ്തു. അപ്പോഴാണ് അവർ പറഞ്ഞാ ഞങ്ങൾ ഇതുപോലെ പലയിടത്തും കാണിക്കൊണ്ടിരാ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറ്റു പലർക്കും അവര് ചെയ്യാനുള്ളൊരു പ്രയോജനമാവും. അതെ അതെ അതെ, ഉറപ്പായിട്ടും ചേട്ടാ നാളെ കൊടുക്കുന്ന ക്യാമറയുടെ വീഡിയോ എനിക്ക് ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് നമുക്ക് എല്ലാവരും ഇത് ഷാലുപ്പയുടെ ചെയ്ത് നിങ്ങളുടെ പേജ് മാത്രമല്ല നമ്മുടെ ചാനലിലൂടെ അത് കാണുന്ന ആൾക്കാർ. അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ജെന്യൂനായിട്ട് പറഞ്ഞു. അപ്പൊ ഞാനൊക്കെ ഒരു പച്ചയായ മനുഷ്യനാണ്. നമ്മളൊരിക്കലും നന്മവരെ കളിക്കാനോ അല്ലെങ്കിൽ അതൊന്നും അല്ല. നമ്മുടെ ലൈഫ് അങ്ങനെയല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നാട്ടുകാർ അറിയേണ്ടത് അറിയണം. പിന്നെ അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് വേറെ ഓസ്കാർ ഒന്നും കിട്ടാൻ പോകില്ല. അതിന്റെ ആവശ്യമില്ല. നല്ലവനായ ഉണ്ണി ചമഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ഒരു പച്ചയായ മനുഷ്യനാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മളുണ്ടാവും. തീർച്ചയായിട്ടും. ചേട്ടാ ഇത് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ കമന്റ്സ് കുറേ വന്നിട്ടുണ്ട്. ചേട്ടൻ എത്രത്തോളം അറിയുന്നറിയത്തില്ല. ക്യാമറയിലൊന്ന് കാണിക്കാം. ഇതിനകത്ത് നമ്മുടെ അന്നത്തിന്റെ മേളിൽ കയറി നിന്നിട്ടുള്ള കമന്റ്സ് ഒക്കെ ശ്യാം ചേട്ടൻ ഇപ്പൊ ഇവിടെ പറയാനുണ്ടായി. അന്നത്തിന്റെ മേളിൽ കയറി നിന്നിട്ടാണോ നിന്റെ അഹങ്കാരം കാണിപ്പെന്നൊക്കെ ചോദിച്ചിട്ട്. സത്യത്തിൽ എന്താണിത് ഈ ഒരു ഫോട്ടോ ക്യാമറയുടെ മേളിൽ കയറി ഇരിക്കുക എന്നുള്ളത്? എനിക്ക് ചുമ്മാ ക്യാമറ ഞാൻ നല്ലപോലെ ഇരുന്നോ അതോ? നല്ല ഇരുന്നിട്ടുണ്ട്. ഒന്നും പറ്റിയിട്ടില്ല ക്യാമറയ്ക്ക്, ഒന്നും പറ്റിയിട്ടില്ല. അത് എന്തിന്റെ അഹങ്കാരത്തിലാണ് കയറി? 5 ലക്ഷം രൂപ ക്യാമറ എന്തിനാ ഇരുന്നേന്ന് പറ. ക്യാമറമാനല്ലേ? ഇങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ? എന്നാലും ഇങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ? ഒരു കുഴപ്പമില്ല. നമ്മുടെ അന്നമല്ലേ എല്ലാരും ചോദിക്കുന്നില്ല, അന്നമല്ലേ? ഞാൻ ക്യാമറ അല്ലല്ലോ കഴിക്കണത്. എന്തായാലും ഇത് വെച്ചിട്ടല്ലേ നമ്മൾ എടുക്കുന്നേ. ഇത് ഇത് വെച്ചിട്ടേ ഇതിനകത്തുള്ള കമന്റ്സ് ആണ് പറയുന്നത്. അന്നമല്ലേ അവനിങ്ങനെ കാണിക്കാൻ കൊള്ളാം. ഈ കമന്റ് പറഞ്ഞവർക്ക് അറിയാം. അതായത് ഇതേ ക്യാമറ വെച്ചിട്ടല്ലേ ബ്ലൂ ഫിലിം പിടിക്കുന്നത്. അത് അന്നമല്ലേ വെച്ചിട്ട് അത് പിടിക്കാം. ഷാലുപ്പേനോട് കളിക്കാൻ നിങ്ങളാരും ആയിട്ടില്ല. പറഞ്ഞാൽ തിരിച്ച് മറുപടി ആ സ്പോട്ടിൽ കിട്ടും. പിന്നെന്താണ് തള്ളവിളി അല്ലേ? തള്ളക്ക് വിളി. മര്യാദക്ക് പോണ ഒരാളെ നമ്മൾ ആരെയും വിളിക്കില്ലല്ലോ. ഒരിക്കലും ഇല്ല. ഇങ്ങോട്ടൊന്നും ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും. ഷാലുചേട്ടാ വളരെ സന്തോഷം. കാര്യം എന്ന് വെച്ചാൽ ഓടിയെത്തി നമ്മുടെ കുറേ സമയമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. സിനി ചേച്ചിയുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. വളരെ സന്തോഷം. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ആർക്കെങ്കിലും ചെയ്യാൻ തോന്നിയാ ആ സ്പോട്ടിൽ ചെയ്യുക. നാളത്തേക്ക് വേണ്ടി മാറ്റിയേക്കില്ല. കാരണം നാളെ നിങ്ങൾ ഉണ്ടാവില്ലെന്ന് ആൾക്കാരോട് എന്റെ അനുഭവത്തിൽ പഠിച്ച കാര്യമാണ്. എല്ലാവർക്കും ചെയ്യുന്ന പോലെ ഇനിയും നന്മകൾ ചെയ്യാൻ അങ്ങനെയല്ല. നമ്മൾ ഇത് തന്നെ നടന്നു പോകുന്നതാണ്. ഓട്ടോമാറ്റിക്കലി നടക്കണതാണ്. നമുക്ക് ഞാൻ പറയില്ല, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാൽ ആ സ്പോട്ടിൽ. പിന്നെ നമ്മൾ ഈ രണ്ടാമത് നാട്ടുകാരെ വിളിച്ച് ചോദിക്കുക, കൂട്ടുകാരെ വിളിച്ച്, വീട്ടുകാരുടെ. ഞാൻ ഇപ്പൊ ഈ ക്യാമറ കൊടുക്കുന്ന കാര്യമൊക്കെ എന്റെ ഭാര്യയ്ക്കും ഒക്കെ പോലും അറിഞ്ഞൂടാ. ഞാൻ അവരുടെ അടുത്ത് പോലും പറഞ്ഞില്ല. അവർ ചിലപ്പോൾ നാളെ ഇനി വീഡിയോ ഇട്ട് കാണുമ്പോഴായിരിക്കും പറഞ്ഞത്. അവരറിയണം. സത്യം പറഞ്ഞ അവരറിഞ്ഞിട്ട് പോലും ഇല്ല. ഇതിപ്പോ ഇവിടെ സംസാരിക്കുന്നത് വീഡിയോ കണ്ടത്. അപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. ഞാൻ ഉടനെ ഒരു കമന്റ് ഇട്ട്. അതെ അതെ. അല്ല, അതിലൊരു കാര്യമുണ്ട്. അവന് നല്ല കഴിവുള്ള പയ്യനാണ്. അപ്പൊ ഈ കഴിവുള്ള പിള്ളേരൊക്കെ നമ്മൾ വളർത്താതെ ഈ സാധാരണ ഈ പല ആൾക്കാരുണ്ട്. പല ആൾക്കാരും ചെയ്യുന്ന പരിപാടി വെച്ചാൽ ഒരുത്തന്റെ കഴിവിൽ അസൂയ മൂത്തിട്ട് വെറുതെ ഇങ്ങനെ നമ്മൾ അവന്റെ കഴിവിൽ അസൂയ മൂത്തിട്ട് ഇവിടെ കിടന്ന് താളം തുള്ളുന്ന സമയം ഉണ്ടെങ്കിൽ അവനെ ഒന്നും നമ്മൾ കൈപിടിച്ച് കഴിഞ്ഞാൽ അവനും വളരും. ഒപ്പം നമ്മളും ഡബിൾ വളരും. തീർച്ചയായിട്ടും. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ 9 പേരെ ദൈവം അപ്പുറത്തുനിന്ന് സെറ്റ് ചെയ്തിറക്കും. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ആ പയ്യനും നല്ല ഹാപ്പി ആയി കാണും. ആ പയ്യനൊരു ക്യാമറ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഫോണിലൂടെ S26 ഫോൺ എടുത്തു, വീഡിയോ എടുത്തു, കല്യാണ വീഡിയോ എടുത്തു. അത് കണ്ടു ഷാലുപ്പയുടെ ഒരു വീഡിയോ. അതിനൊക്കെ എനിക്ക് ഈ ക്യാമറകളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള എന്റെ ഏറ്റവും വലിയ പ്രചോദനം എന്നുള്ളത് ക്യാമറ സ്കാനർ എന്നുള്ള സ്ഥാപനമാണ്. ഞാൻ പരസ്യം പറഞ്ഞല്ല, കാരണം അവരില്ലേ ഇപ്പൊ എനിക്കൊരു ക്യാമറ വേണം അല്ലെങ്കിൽ ഒരാൾക്കൊരു ക്യാമറ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഉടനെ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരിക്കലും എൻ്റെ അടുത്ത് ഇല്ലാന്ന് പറയില്ല. പുള്ളി നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറയുള്ളൂ. അപ്പം എന്തായാലും അവർക്ക് ഒരു നന്ദി. തീർച്ചയായിട്ടും. അതുപോലെ ഇനിയും വിവരങ്ങളിലെത്തട്ടെ. ഇനിയും ഈ പറഞ്ഞ ഷാലുപ്പയാണെന്നുള്ളൊരു വൻമരമായി മാറട്ടെ. അതുപോലെ നല്ല പ്രോജക്റ്റുകൾ കിട്ടിയിട്ട് ഈ പറഞ്ഞ ഇൻകം മണി ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അതും നല്ല വരുമാനം ഉണ്ടാവട്ടെ. ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. പോകുമ്പോൾ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരണം. വളരെ സന്തോഷം ചേട്ടാ. അപ്പോൾ എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.